ലഹരി മാഫിയയ്ക്കെതിരായ ആഭ്യന്തര വകുപ്പിന്റെ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് 3 മണിക്ക് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. അതിനിടെ സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ നിന്ന് ഇന്ന് കഞ്ചാവ് പിടികൂടി. ആഭ്യന്തരമന്ത്രിയായി രമേശ് ചെന്നിത്തല അധികാരമേറ്റ ശേഷം ആദ്യം പ്രഖ്യാപിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട്. ലഹരി വിപണനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അജ്ഞാതമായി കൈമാറാൻ ആപ്പുകളും വാട്സ്ആപ്പ് ചാറ്റ് ബോട്ടുകളുമാണ് പദ്ധതിയുടെ പ്രത്യേകത. ലഹരി മാഫിയയിൽ നിന്ന് സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതുൾപ്പെടെയുള്ള നടപടികളുമുണ്ട്. DJ പാർട്ടികൾ ഉൾപ്പെടെയുള്ളവയിലെ ലഹരി ഉപയോഗം തടയാൻ കർശന നടപടികൾ സ്വീകരിക്കും. മന്ത്രിമാർ മുതൽ സിവിൽ പോലീസ് ഓഫീസർമാർ വരെയുള്ളവർ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമാകും. എക്സൈസ്, ആരോഗ്യം, വിദ്യാഭ്യാസ വകുപ്പുകൾ പദ്ധതിയുടെ ഭാഗമാകും. കേരളത്തിലേക്ക് ലഹരിയെത്തുന്ന സംസ്ഥാനങ്ങളിലെ പോലീസിന്റെ സഹകരണവും ഉറപ്പാക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഔദ്യോഗിക ഉദ്ഘാടന ദിവസം വൻ ലഹരിവേട്ടയാണ് തിരുവനന്തപുരം നഗരത്തിൽ നടന്നത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡാൻസ് എഫ് പരിശോധന നടത്തിയത്. ബൈക്കിലെത്തിയ 2 സംഘം കവറിൽ സൂക്ഷിച്ച 10 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. 2 പ്രതികളിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണ്. തലസ്ഥാന ജില്ലയിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്താൻ വേണ്ടി എത്തിച്ച കഞ്ചാവെന്നാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.